കാളിദാസ്, മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും എന്റെ നാട്ടുകാർ കൂടിയാണ്. അപ്പോ അതെ 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 ഇത്രയും ദീർഘവീക്ഷണത്തോടുകൂടി എന്താ പറഞ്ഞ എന്റെ റിയാസെ ചതിക്കല്ലേന്ന്. എങ്ങനെയുണ്ട് ഇത്തവണ കലോത്സവത്തിന് എപ്പോഴെത്തി? ഞങ്ങൾ ഇന്ന് 3 മണിയാകുമ്പോ എത്തി. ഇവര് സ്ഥിരം കലോത്സവം നമ്മൾ പറയില്ലേ, സ്ഥിരം കുറ്റികളാണ് സ്കൂളിലുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ എല്ലാ കലോത്സവം ടൂറുകൾക്കൊക്കെ നമ്മുടെ സ്ഥിരം സ്വന്തം ഇഷ്ടപ്പെട്ട. നിങ്ങൾ ആരെങ്കിലും മാത്സ് ടീച്ചർമാരുണ്ടോ? ഇല്ലില്ല. അല്ല, ഇവരൊക്കെ കണക്കാ. അതറിയോ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ കുട്ടികളെയും കൊണ്ടല്ല, നമ്മുടെ ഈ കലോത്സവത്തിന് കൊഴുപ്പേകാനായിട്ട് നാളെ നമ്മുടെ എല്ലാം വർക്ക് എക്സ്പീരിയൻസ് വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു. അതുവഴി കുട്ടികൾ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ശാസ്ത്രമേളകളുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? ആ പ്രവർത്തനം ചെയ്ത സാധനങ്ങൾ ഇവിടെ വിപണനത്തിന് വന്ന ഒരു സ്റ്റോളിട്ട് അതിനുവേണ്ടിയുള്ള അധ്യാപകര്. കാളിദാസ്, ഇവരുടെ പ്രത്യേകത, ഞാൻ എന്റെ നാട്ടുകാരാണ് എന്ന് പറഞ്ഞ ഈ ഒരാളെ കുറിച്ച് മാത്രമാണ്, വർഷ ടീച്ചർ മാത്രമാണ് എന്റെ നാട്ടുകാരി ഉള്ളത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പ്രത്യേകത, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അധ്യാപകര് സംഗമിക്കുന്നു എന്നുള്ള, അല്ലേ? ശരി. ഏതാ ജില്ല? പത്തനംതിട്ട. ഇവിടെ പത്തനംതിട്ടയും കണ്ണൂരും തമ്മിലാണല്ലോ പോരാട്ടല്ലേ? ഞങ്ങളിപ്പോ പറഞ്ഞേ ഉള്ളൂ. അതെ, അല്ല, തൃശ്ശൂരിനാണ് നിലവിൽ കപ്പ് എന്നുള്ളത് ആരും മറക്കണ്ട കേട്ടോ. അതാണ്. അതെ അതെ, കണ്ണൂരെ മക്കളും ആവേശത്തോടെ വരുന്നുണ്ട്. പാലക്കാടിനും അവിടെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അല്ല, നമ്മൾ തന്നെ കപ്പ് കൊണ്ടുപോകും, സംശയം എന്താ? തൃശ്ശൂർ അടിക്കോ, പാലക്കാട് അടിക്കോ, കണ്ണൂർ അടിക്കോ, കോഴിക്കോട് അടിക്കോ, പത്തനംതിട്ട അടിക്കുമോ, അതല്ല മലപ്പുറം അടിക്കുമോ, എന്തായാലും ഒരു ടീം കപ്പടിക്കും. അതെ, ഞാൻ പറയുന്നു 14 ജില്ലയിൽ ഒരു ടീം അടിക്കും. അതെ, ഫ്രഷ് മറ്റൊന്നേ, നിങ്ങൾ ആരാ പാട്ട് പാടുന്നുള്ള? ഇതിനകത്ത് അധ്യാപികമാർ ഒരാൾ പാട്ട് പാടുമല്ലോ. ആരാണ് പാടുവിടും? ഇല്ല, പാടും. ഈ വർഷ ടീച്ചറുടെ ഒരു പ്രത്യേകതയുണ്ട്. വർഷ ടീച്ചർ അത്യാവശ്യം ഒരു എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമീപകാലത്ത് ഒരു കുഞ്ഞിന്റെ റീല് ഷൂട്ട് ചെയ്തു, വളരെ വൈറലായിരുന്നു. അത് ടീച്ചർ ആരായിരുന്നു ആ കുഞ്ഞ്? അതെന്റെ അനിയത്തിയുടെ മോനായിരുന്നു. ചെറിയ വാവ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു മറ്റേ വിളക്ക് തീ പിടിക്കാൻ പോയതാണ്. അപ്പോൾ അവൻ നേരെ പോയി അതിൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി നിന്ന് തൊഴുകയും ചെയ്തത്. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. കുഞ്ഞിന് എത്ര പ്രായം? അന്ന് 6 മാസം, മുട്ടിൽ കഴിയുന്ന പ്രായം, ഒരു 6 മാസം കഴിയുമ്പോൾ. ജുവാൻ നിതീഷ്. എത്ര മില്യൺ ആൾക്കാർ കണ്ടു? 2.5 എങ്ങാനും ആയി. അതെ, ഇൻഫ്ലുവൻസർ ആണ്. അതോടുകൂടി സാധാരണ നമ്മള് വീഡിയോ ഇടാൻ വേണ്ടി എടുത്തോന്നായിരുന്നില്ല, അവന്റെ കൊഞ്ചലുകൾ നമുക്കൊന്ന് സേവ് ചെയ്ത് വെച്ചതാ, കുറച്ച് വലുതായിട്ടൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ്റെ പിറകെ ഒന്ന് ഓടിപ്പോയി എടുത്തതാ. പക്ഷെ കണ്ടപ്പോൾ എനിക്കും തോന്നി ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം, വെറുതെ ഒന്ന് ഇട്ടതാ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് അപ്പുറമായി പോയി. കുറേ കമന്റുകളും നല്ലതായിരുന്നു, എല്ലാം പോസ്റ്റ്. നമ്മുടെ കൈവിട്ടു എന്ന് പറഞ്ഞു. സത്യം. നേരത്തെ ചോദിച്ചില്ല, കണക്ക് ടീച്ചർ അല്ലേ? അല്ല, ഇവരൊക്കെ എല്ലാ ടീച്ചർമാരും കണക്കാ. കുറച്ചും കൂടെ വ്യത്യസ്തമാണ്, വർക്ക് എക്സ്പീരിയൻസുമായിട്ട് ബേസ് ചെയ്തിട്ട് അതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സ്കൂളിലുള്ള ടീച്ചർമാരല്ല. അതാണ് വ്യത്യസ്തമായ കഴിവുകളെ. അതെ, ഈ ടീച്ചർമാരെ, അതായത് നമ്മുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തില് നമ്മളിപ്പോ ഈ കലോത്സവത്തിന് പോകുമ്പോൾ എല്ലാ അധ്യാപകരും വരത്തില്ല. ഇപ്പൊ ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്, രമണി ടീച്ചറാ. കാരണം എല്ലാവരും പറയും രമണി ടീച്ചർ വന്നാൽ മതി. കാരണം ടീച്ചർ അതിന് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റഡാ. കാരണം അത്രയും ഒരു 40 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. രമണി ടീച്ചർ ഇപ്പോൾ പെൻഷനായി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നീടുള്ള ആ തലമുറ, കാരണം ഇവരെ ഓരോരുത്തർ പറയും എനിക്ക് കൊച്ചുമക്കളായി അല്ലെങ്കിൽ ഓരോ ഇതായി. പക്ഷെങ്കിൽ ഇവർ 4 പേരും വന്നതിൽ പ്രത്യേകം നമുക്ക് ഒരു അഭിനന്ദനം അറിയിക്കണം. കാരണം ഇവരുടെ ഈ ജീവിത പ്രാരാബ്ദങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒഴിഞ്ഞിട്ട് ഇവരോട് ചോദിച്ചേ കലോത്സവ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്. അല്ല, ഇവരും ഇത് കണ്ണൂരുള്ള 2 രമണ ടീച്ചർമാരാണ്, പത്തനംതിട്ടയിലെ 2 രമണ ടീച്ചർമാരാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ നിങ്ങൾ വന്നതാണല്ലോ കലോത്സവത്തിൽ, എല്ലാ വർഷവും വരുന്നതാണ്. അപ്പൊ ഈ കൊല്ലം ഏതെങ്കിലും, എല്ലാ കൊല്ലവും സ്ഥിരമായിട്ട് കാണുന്ന എന്തെങ്കിലും ഇനങ്ങളുണ്ടോ? ഈ ഇനം എന്തായാലും ഇത്തവണ കണ്ടിരിക്കണമെന്ന് അങ്ങനെ ഏതെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മിസ്സാക്കരുത്? ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് 3 കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. ലളിതഗാനം, ഗേൾസും ബോയ്സും, ഹൈസ്കൂള്. പിന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഗിറ്റാറിൽ ഒരു കുട്ടി മത്സരിക്കുന്നുണ്ട്.
അപ്പൊ കുട്ടികളെയും കൊണ്ടുവരിക എന്നുള്ളതും കൂടി ഇതിന്റെ അല്ല, അവരുടെ ഒപ്പം എന്തായാലും വേണമല്ലോ. അതല്ലാതെ ഈ മനസ്സിൽ എങ്ങനെയായാലും കാണും ഈ ഐറ്റം എനിക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇത്തവണ എങ്ങനെ ആയിരിക്കും നമ്മള് സംഘനൃത്തം കാണാൻ നല്ല അതാണ്. പുതിയ നാടകം ടീച്ചർ ഏതാ സ്കൂൾ ടീച്ചറെ? മൂത്തേടത്ത് തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആണ്. പിന്നെ ഇത്തവണ അത് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലികമഠം ഹയർ ടീച്ചർ സെക്കൻഡറി ടീച്ചറോ? ഞാൻ SVGV ഹയർ സെക്കൻഡറി സ്കൂള്. ഞങ്ങളുടെ സ്കൂളാണ് 3ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നത് സ്റ്റേറ്റ് ലെവലിൽ. ചുമ്മാതല്ല, 3ാം സ്ഥാനം 4ാം സ്ഥാനം, ഇനി ഇത്തവണ 1ാം സ്ഥാനം അടിക്കോ? പ്രതീക്ഷയുണ്ട്. എന്താ പറയാ, കുട്ടികൾ നിങ്ങൾ പറഞ്ഞു കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള കുട്ടികളൊക്കെ ഈ ആദ്യത്തെ കലോത്സവം മത്സരിച്ചിട്ടുണ്ടോ വർഷങ്ങൾക്ക് മുൻപ്? അനുസരിച്ചിട്ടില്ല. നമ്മൾ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് കിട്ടിയ ഒരു സാഹചര്യം ആയിരുന്നില്ല. പക്ഷെ ഇന്ന് കുട്ടിക്ക് വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയ ടീച്ചേഴ്സാണ്. അത് നമ്മളെ കൊണ്ടല്ല പറയുന്നത്, എൻ്റെ മക്കളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ പഠിക്കുമ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് പണ്ടത്തേക്കാൾ അവർ എന്ത് കഴിവുണ്ട് കണ്ടെത്തി അവരെ കൊണ്ടുവരാൻ നല്ല രീതിയിൽ പ്രയത്നിക്കുന്ന കുറേ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടിലെ രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് മക്കൾ എല്ലാ അവസരങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം നമ്മൾ മത്സരിച്ചിട്ടില്ലെങ്കിലും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത്രയും സപ്പോർട്ടോടെ കുട്ടികളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതും ഈ വാശിയേറിയ മത്സരവും, അത് വാശിയേറി എന്ന് പറഞ്ഞാൽ അത്ര ഒരു വിഷമം തോന്നുന്നൊരു വാശിയൊന്നല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു, മത്സരിക്കുന്ന സമയം മാത്രമുള്ള ഒരു വാശിയാകട്ടെ. അല്ല, മറ്റൊന്നേ, സ്വാഭാവികമായിട്ട് അന്ന് മത്സരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഏത് ഇനത്തിലായിരിക്കും? അത് എല്ലാവരും ഉത്തരം പറയണം. ചിരിയിലാണോ? അല്ല, മത്സരിച്ചിട്ടുണ്ട്. സബ് ജില്ലാ തലത്തിലൊക്കെ സംസ്കൃതോത്സവം മത്സരിച്ചിട്ടുണ്ട്. സമസ്യാപൂരണം, രചനാ മത്സരങ്ങളിലായിരുന്നു കൂടുതൽ. സേഫാ, നമ്മൾ പാട്ടോടൊന്നും പറയില്ലല്ലോ. ഏതിലാണ് ഇല്ല, ഒന്നിനും മത്സരിച്ചിട്ടില്ല. ജീവിതത്തോടായിരുന്നു ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ ഡാൻസ് ഇഷ്ടമായിരുന്നു. സ്പോർട്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പം വർക്ക് എക്സ്പീരിയൻസ് കോമ്പറ്റീഷന് കുട്ടികളെയും കൊണ്ട് വന്ന കേരളത്തിന്റെ റണ്ണറപ്പായി ഈ വർഷം ബാലികാമഠം സ്കൂൾ മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ വർഷത്തെ നമ്മുടെ റണ്ണറപ്പായിട്ട് മാറി. ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, കലോത്സവത്തിനെ പോലെ ആ സമയത്ത് ഞങ്ങളുടെ അവിടെ വന്നില്ല ആരും, നിങ്ങളെ ആരെയും അവിടെ കണ്ടില്ല. ശാസ്ത്രമേളയ്ക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ, അതായത് ഒരു കാലത്ത് വാർത്തെടുത്ത ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു സ്ഥാപനമാണ് ബാലികാമഠം. അതെ. അതായത് ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും ഒരു തൊഴിൽ കൈവശപ്പെടുത്തിയിരിക്കണം. സ്ത്രീകളെങ്ങും മാറി നിൽക്കാൻ പാടില്ല. ദൈവകൃപയിൽ അവിടെ തന്നെ പഠിക്കാനും അവിടെ തന്നെ പഠിക്കാനും എനിക്ക് സാധിച്ചു. ഇവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവര് നല്ല വിളവുള്ള അധ്യാപകരാണ്. കാരണം എന്താ അറിയോ, ആരും പാട്ട് ഐറ്റത്തിലൊന്നും മത്സരിച്ചില്ല, പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും പാടിയേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ റിയാസ് മൈക്കും കൊണ്ട് ഇവിടെ നിൽക്കുകയാലും ഞാൻ പാടില്ല. നമ്മള് ഒരു പാട്ട് എല്ലാവർക്കും കൂടി പാടാം. ഇല്ല, നമുക്ക് പറ്റുന്ന പണി എടുക്കുവാനുള്ളതാണ്. ഇല്ല, ടീച്ചർ കോളൊക്കെ വന്നു. മലയാള അധ്യാപികയ്ക്ക് 2 വരി പദ്യം, 2 വരി മലയാള അധ്യാപിക പാട്ട് പാടണമെന്ന് എവിടെയില്ല. പദ്യം പറഞ്ഞാൽ അല്ല, ഒന്നും അറിയത്തില്ല. തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂര് കലാഭവൻ മണിയുടെ നാടാണ്. സ്വാഭാവികമായിട്ട് കലാഭവൻ മണിയുടെ നാടാകുന്ന സമയത്ത് നമുക്കൊരു മണിയുടെ ഒരു പാട്ടായാലോ? ഞങ്ങൾ കേൾക്കാം. പാട്ട് വിട്ടുപിടി. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി ഉള്ള ദിവസങ്ങൾ നിങ്ങൾ ഇവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, യെസ്. അല്ലേ കാളിദാസ്, ഇവരൊക്കെയാണ് നമ്മുടെ വെറും കേവലം മത്സരാർത്ഥികളെ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വർക്കിംഗ് എക്സ്പീരിയൻസിന്റെ ടീച്ചറെ ഒരു വഴിക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ കണ്ടതുകൊണ്ട്. അതെ, റിയാസ് പറയാൻ കാരണമേ ആ കാലഘട്ടത്തില് വെള്ളിയാഴ്ച ഏറ്റവും അവസാനത്തെ പീരീഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ ടീച്ചർമാർ തന്നെ ഈ പാടാനും ആടാനും ഒക്കെ, ഏതാ ഗവൺമെന്റ് സ്കൂൾ മലയാളം മീഡിയം സ്കൂളിലെ ഈ കാര്യം പറയുന്നത്. അന്നേരമാണ് ഈ തയ്യൽ, ഡ്രോയിങ് അതെല്ലാം കൂടെ വരുന്നത്. ആ ഒരു